ഹായ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. അപ്പം ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം ഒരു വാഴക്കൂമ്പ് ചെറുപയർ തോരനാണ് കേട്ടോ. അപ്പം ഇതൊക്കെ എല്ലാവർക്കും വാഴക്കൂമ്പ് ചെറുപയർ തോരനൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാനൊക്കെ അറിയുന്നതാണെന്ന് എനിക്കറിയാം കേട്ടോ. അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല കേട്ടോ, വീഡിയോയിൽ കാണിക്കുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ ഇങ്ങനെയാണ് തോരൻ വെക്കുന്നത്, ചെറുപയറും വാഴക്കയും കൂടെ ഇങ്ങനെയാണ് തോരൻ വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിന്ന് സംസാരിക്കുന്നത് വാഴക്കൂമ്പിനെ കുറിച്ചാണ്. അപ്പോൾ വാഴക്കൂമ്പ് എന്ന് പറയുന്ന സാധനം നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് ഒരുപാട് കിട്ടുന്നൊരു സാധനമാണ്. പക്ഷേ ഇവിടെയൊക്കെ നമുക്ക് ഒത്തിരി വില കൊടുത്താണ് ഞങ്ങളിത് മേടിക്കുന്നത്. അപ്പോൾ വാഴക്കൂമ്പെന്ന് നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത്, വേറെ ചില സ്ഥലങ്ങളിലൊക്കെ ഇതിന് കുടപ്പൻ എന്നൊരു പേരും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു സാധനമാണ് ഈ വാഴക്കൂമ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചെറുപയറും ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളൊരു സാധനമാണ് ചെറുപയർ. അപ്പം നമ്മൾ ഈ വാഴക്കൂമ്പ് നമ്മുടെ നാട്ടിലെല്ലാവരും തോരൻ വെച്ചിട്ടും കട്ട്ലറ്റ് വെച്ചിട്ടും പിന്നെ മെഴുക്ക് പുരട്ടി വട ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്, കറി വെക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പല രീതിയിലാണ് വാഴക്കൂമ്പ് എല്ലാവരും കഴിക്കുന്നത്. അപ്പോൾ ഈ വാഴക്കൂമ്പിനകത്തെ ഒരുപാട് ന്യൂട്രീഷൻ ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ശരീരത്തിന് വേണ്ട ഒരുപാട് ന്യൂട്രീഷൻ അടങ്ങിയിട്ടുള്ള ഒരു ഫുഡാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിനെ സൂപ്പർ ഫുഡ് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഈ വാഴക്കൂമ്പിനെ ഒരു സൂപ്പർ ഫുഡ് എന്നാണ് പറയുന്നത്. അപ്പം ഇതിൽ ഫസ്റ്റ് തന്നെ നമ്മൾ പറയുമ്പം ഇതിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളൊരു സാധനമാണ് ഫൈബർ. അപ്പോൾ ഫൈബർ എന്ന് പറയുമ്പം നാരുകൾ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ നാരുകൾ അടങ്ങിയ ഫുഡ് കഴിക്കുമ്പം നമ്മുടെ ഡൈജഷൻ അല്ലെങ്കിൽ ദഹനം പെട്ടെന്ന് നടക്കാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ദഹനം നടക്കുന്നത് കൂടുതലായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ഫൈബർ അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കണം. അപ്പം ഇതിൽ ഫൈബർ ഹൈ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഡൈജഷൻ പെട്ടെന്ന് ഈസി ആയിട്ട് തന്നെ നടക്കും. അതുപോലെ തന്നെ വൈറ്റമിൻ എ, കാൽഷ്യം, വൈറ്റമിൻ ഇ, അയൺ, പൊട്ടാസ്യം ഇതെല്ലാം കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ അയൺ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് നമുക്ക് അനീമിയ പോലുള്ള അസുഖങ്ങളുള്ളവർക്ക്, അതായത് ശരീരത്തിൽ ബ്ലഡിൻ്റെ കുറവുള്ളവർക്കൊക്കെ ഏതെങ്കിലും വിധത്തിൽ ഇത് കറി വെച്ചിട്ടോ തോരൻ വെച്ചിട്ടോ കട്ട്ലറ്റ് ഉണ്ടാക്കിയിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മുടെ ശരീരത്തിൽ കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ നമുക്കുള്ള ഹെൽത്ത് ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡയബറ്റീസ് ഉള്ളവർക്ക് പിന്നെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇത് കഴിക്കുമ്പോഴേ. പിന്നെ അതുപോലെ തന്നെ ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നമുള്ളവർക്ക് അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഹൈ ഉള്ളവർക്ക് കൊളസ്ട്രോൾ കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ സ്ത്രീകൾക്കാണെങ്കിൽ പീരിയഡ്സിൻ്റെ സമയത്തുള്ള വേദനകൾ കുറയ്ക്കാൻ പറ്റും ഇത് കഴിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ. പിന്നെ ആഫ്റ്റർ ഡെലിവറി കഴിഞ്ഞ അമ്മമാർക്ക് ഇത് തോരൻ വെച്ചൊക്കെ കൊടുക്കാറുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ. അപ്പോൾ ഇതിന് ഒത്തിരി പോഷക ഗുണങ്ങളുള്ളതാണ്. ഇനി നമ്മുടെ വീട്ടിലൊക്കെ ഇത് കിട്ടുന്ന സമയത്ത് എല്ലാവരും അത് മാക്സിമം യൂസ് ചെയ്യുക. അപ്പം ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഇതൊക്കെ തോരൻ വെക്കുന്ന സമയത്തൊക്കെ അമ്മയോടൊക്കെ അടി ഉണ്ടാക്കുമായിരുന്നു കേട്ടോ, ഇതേ ഉള്ളോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഇപ്പം നമ്മൾ വില കൊടുത്ത് മേടിക്കുകയാണ്. അപ്പം അന്ന് പൊരിയല്ലേ, ഇന്ന് പൊരിയത് കേട്ടോ. അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.